ഇന്ത്യൻ മണ്ണിൽ അതിക്രമിച്ചു കയറി ഇന്ത്യയോട് തന്നെ വിലപേശാൻ ധൈര്യം കാണിക്കുന്ന ബംഗ്ലാദേശി ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടത്തിനാണ് അതിർത്തി ഗ്രാമങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന BSFന് ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പിടിച്ചുകൊടുത്തതിന്റെ കൊടും പക തീർക്കാൻ അതിർത്തി കടന്നെത്തിയ ബംഗ്ലാദേശി മാഫിയ ഒരു ഇന്ത്യൻ കർഷകരെ ബന്ദിയാക്കി കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി ജില്ലയിലുള്ള ചൗൽഹാത്തി അതിർത്തിയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. അതിർത്തി വേലിക്കപ്പുറത്തുള്ള തന്റെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ദീപാങ്കർ ഗോബെ എന്ന 35-കാരനെയാണ് 20ഓളം വരുന്ന ബംഗ്ലാദേശി ക്രിമിനലുകൾ വളഞ്ഞിട്ട് പിടിച്ച് ബംഗ്ലാദേശിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ബംഗ്ലാദേശി കള്ളക്കടത്ത് മാഫിയയുടെ കൃത്യമായ അജണ്ടയുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് അതിർത്തി വേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു ബംഗ്ലാദേശി ക്രിമിനലിനെ നമ്മുടെ ഗ്രാമീണരും BSFും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് കാരണം. ഇന്ത്യയിൽ അറസ്റ്റിലായ ആ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനെ വിട്ടയച്ചാൽ മാത്രമേ ഇന്ത്യൻ കർഷകനെ മോചിപ്പിക്കൂ എന്ന് വ്യക്തമാക്കുന്ന ഒരു വിലപേശൽ വീഡിയോയും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാരും കള്ളക്കടത്ത് മാഫിയയും നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ എത്രത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ BSF ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം പൗരനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത സുരക്ഷാ സേനയാണ് നമുക്കുള്ളത്. ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കാനാണ് ബംഗ്ലാദേശി ക്രിമിനലുകളുടെ ഭാവമെങ്കിൽ അതിർത്തിയിൽ അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വലിയ തിരിച്ചടിയാകും ഇനി നേരിടേണ്ടി വരിക.